YouTube channel. Hello guys, hello guys. Welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ പെസഹവയുടെ ഈസ്റ്റർ ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അമ്മ രാവിലെ പോയപ്പോഴേ പറഞ്ഞു വീടൊക്കെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഹോം ടൂർ ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ സെബാനും ഉണ്ട്. അപ്പോൾ സെബാൻ ഈ മിഠായി വേണമെന്ന് പറഞ്ഞ് മിഠായി പൊട്ടിച്ച് തരുവാണെങ്കിലാണ് അവൻ ക്ലീൻ ചെയ്യാൻ കൂടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് ബബിൾക്ക് ആയതുകൊണ്ട് ഞാൻ ഇവന് കൊടുക്കുന്നില്ല. കുഴപ്പമുണ്ടോ? വാ, കുഴപ്പമൊന്നുമില്ല. വാ, ഇത് ക്യാമറ ഇവിടെ വാ. അപ്പൊ കുഞ്ഞിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. കുഞ്ഞി എന്നെ എപ്പോഴും അപ്പൊ വീഡിയോ ചെയ്യാനൊക്കെ കുഞ്ഞി എൻ്റെ കൂടെ കൂടും. അപ്പൊ എന്നെ ക്ലീൻ ചെയ്യാനും കൂടും. ഇതെന്താ ഇങ്ങനെ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ ഏത് റൂമിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്യണേ? മാമൻ ഇവന് ഉദ്ദേശിക്കുന്ന സൈലറ്റയുടെ റൂമാട്ടോ. അപ്പൊ ഞങ്ങൾ ആ റൂമിലേക്ക് പോയി അവിടെ ക്ലീൻ ചെയ്യണ കാണിക്കാം. Come on guys. അപ്പോൾ ഇതാണ് ചേട്ടായിയുടെ റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കും, അത് ചെയ്യുക, അത് നേരിടും, ഇത് നേരിടുന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവന് ഒന്നും നന്നായിട്ട് ചെയ്തൊന്നുമില്ല വീട്ടില്. അവൻ വേറെ ആരെങ്കിലും അലമ്പായി ഇപ്പൊ ഞാനൊക്കെയാണ് ഇപ്പൊ എന്റെ റൂം അയച്ച് മോശമായി കിടക്കണമെങ്കിൽ അവൻ എന്നാന്ന് വഴക്ക് പറയും. പക്ഷെ അവന്റെ റൂം ഇങ്ങനെ കിടക്കണേന് അവനൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഒത്തിരി വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്രയ്ക്ക് അലമ്പായിട്ടൊന്നും അല്ല കിടക്കുന്നത്. ചെറുതായിട്ട് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാം. പിന്നെ മാറാല തൂക്കണം നമ്മ പറഞ്ഞായിരുന്നു. മാറാല മീൻസ് ചുക്കിലി എന്താണ് അതിന് പറയുന്നത്? ചുക്കിലി അറിയില്ല, അങ്ങനെയും പറയും. പല സ്ഥലത്ത് പല ഇതാണല്ലോ പറയണേ. അപ്പം അതൊന്ന് തൂക്കണം. അത് തൂക്കാൻ ഈ റൂമിലൊന്നും ഇല്ല കേട്ടോ. അത് പക്ഷെ ഞാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. പരിപാടി എന്നാന്ന് വെച്ചാൽ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഒത്തിരി പൊടി ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൊടി ഇടാം. ഒത്തിരി പൊടി ഉണ്ടോ? കുറച്ച് പൊടി ഇടണം. ജനലൊക്കെ ജസ്റ്റ് ഒന്ന് ഗൈസ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിയുടെ ആത്മാർത്ഥത കാണാതെ പോകരുത്. എൻ്റെ പൊന്നോ, ഗുഡ് ബോയ് ആണേ. പൊട്ടിച്ച പണി പാടും. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള AC മേടിച്ചു ഗൈസ്. ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ഹോം ടൂറിൽ നമ്മളതൊന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചാൽ ഇതിന്റെ അടിയിൽ ഒരു വണ്ടി കിടന്ന് എടുക്കാൻ നോക്കിയതല്ലേ? ക്യാമറ നോക്കുവാ. അപ്പൊ അവൻ ഇതൊക്കെ ഈ കട്ടിന്റെ ഇതിന്റെ അടിയിൽ അടിക്കലാണ്. അപ്പൊ ഞാൻ ഓർക്കും ഇവൻ തന്നെ ചെയ്യണത്. പക്ഷെ അതിന്റെ അടിയിൽ ഒരു വണ്ടി കിടപ്പുണ്ടാകുന്ന അതെടുക്കും. പണിയെടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്ന കേട്ടോ. അപ്പോൾ അവൾക്ക് പാത്രം തേച്ചെഴുതാനുണ്ട്. ഞാൻ തുടയ്ക്കുമ്പോഴും ചീറ്റാ. വാ 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 എടി
മറ്റേ സ്പീക്കറിലിട്ടേക്കുവാ. ആ ഗൈസ്, അപ്പൊ ഞങ്ങൾ പകുതി പണി കഴിഞ്ഞപ്പോ മടുത്തു കേട്ടോ. കുഞ്ഞി മടുത്തോടാ? മടുത്തോ? എന്നാ ഇവന് കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ പണിയെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടില് എന്റെ മുഖത്ത് തൊട്ട് തൂത്തുകളഞ്ഞ. അപ്പൊ വീട്ടിലേക്ക് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്, അപ്പൊ ഈ സോഫ സെറ്റ് പുതിയത് മേടിച്ചാട്ടോ. അപ്പൊ നാത്തും ചേച്ചിയും ചേട്ടയും കൂടെ വേണ്ടി വാങ്ങിച്ചതാണ്. പറ കുഞ്ഞി, നിന്റെ നാത്തൂനാണോ നിന്റെ ചേച്ചിയാ? ചേച്ചിയുടെ പേരെന്നാ? ആ പറ. ചേട്ടായി. ഹാളും അടുക്കളയും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചോറ് എടുത്തിട്ട് കാണാം ഗൈസ്. ബൈ പറ. അങ്ങോട്ട് പോകി പറ ബൈ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ പണി പകുതി ആയിട്ടുണ്ട്. അപ്പത്തേക്കും ഞങ്ങൾ ടയേർഡായി. പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മടുത്തു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പുതിയ സാധനങ്ങൾ മേടിച്ചതിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ടോ, ഈ സോഫ സെറ്റ് പുതിയത് മേടിച്ചത്. ഞാൻ ഹോം ടൂർ കണ്ടവർക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഇതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് മേടിച്ചത് ചേട്ടായും ചേച്ചിയും കൂടെ കേട്ടോ. ഇവരെന്റെ എക്കോയാണോ? ഏത് ചേച്ചിയുടെ പേര് പറ, ചേച്ചിയുടെ ചേട്ടാടെ. ഇഷ്ടമായോ ഇത്? ഈ കളർ ഇഷ്ടമായോ? നല്ല കേട്ടോ. യെല്ലോയോ? എടാ ഇതാണോ നല്ലത്? ഈ കളർ ആകുമ്പോ മുഷിഞ്ഞാലും വലിയ കുഴപ്പമില്ല, നല്ലതാണ്. ഈ കളർ ബ്രൗൺ. അപ്പൊ ഞങ്ങൾ അയ്യോ കളി ഹലോ ഗൈസ്, അപ്പം സെബാന ഉറങ്ങി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പം ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. ഞാൻ പകുതി പരിപാടികളൊക്കെ ഇങ്ങനെ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തൊരു സൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫാൻ എടുത്തിട്ട്. അപ്പോൾ ഗൈസ്, ഹോം ടൂർ കണ്ടവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ് ഏരിയയുടെ അവിടെ നമുക്കിവിടെ ഒരു മിററിൻ്റെ സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ മിറർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മേടിച്ചായിരുന്നു. അപ്പം ഇതിനൊരു കഥയുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് കുറേ നാൾ ഇവിടെ ഒരാഴ്ച ഇവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ സൺഡേ ആണെന്ന് തോന്നുന്നു ഇത് ഫിറ്റ് ചെയ്യാൻ വന്നു. അപ്പോഴാണ് ഞാനിത് റൗണ്ടാന്ന് കാണുന്നത്. എൻ്റെ മനസ്സിൽ ഇവിടുത്തെ ആഗ്രഹം ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു മിററായിരുന്നു. അപ്പോൾ ഇത് റൗണ്ട് മേടിച്ചതിന് ഞാനും ചേട്ടയും കൂടെ തമ്മിലൊരു സ്റ്റണ്ട് ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു നീ എന്നാൽ നോക്കണ്ടെന്ന് വരെ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ സോറി പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഇത് ഭയങ്കര സെറ്റപ്പാണ്, കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രസമുണ്ട്. അപ്പം ഇതാണ്. അപ്പം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കാര്യം പറയട്ടെ. നമ്മൾ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ടാണ്.
അപ്പം നമ്മൾ എന്താണ് കാണരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ആരായിരിക്കും? ദൈവമായിരിക്കും. എങ്ങനെയായിരിക്കും ദൈവം നമ്മൾ കാണണം? നമ്മളത് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വിഷമിക്കും, ചിലപ്പോൾ നല്ല നന്നായിട്ട് വിഷമിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ദൈവം ആ സാധനം നമ്മൾ മുന്നിൽ കൊണ്ട് കാണിക്കും, ഏതെങ്കിലുമൊക്കെ വഴി കൊണ്ട് കാണിക്കും. അപ്പോൾ അതെന്തായിരിക്കും? എനിക്ക് അങ്ങനെ നമ്മുടെ മനസ്സിന് കുറച്ചും കൂടെ എന്താ പറയണേ, കുറച്ചും കൂടെ സ്ട്രെങ്ത് ഒക്കെ തരാനായിരിക്കും. അപ്പോൾ ഗൈസ്, എൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായി. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വോയിസ് അപ്പം തന്നെ കൊടുത്ത് വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഈ വീഡിയോ എപ്പോഴും ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടന്നുകൊണ്ടിരിക്കും. യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവർക്ക് ഇതാ കൂടുതൽ അറിയാൻ പറ്റും. നമ്മളത് ചെയ്യാനുള്ള മടി കൊണ്ട് പിന്നെയും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത് ഈ ഷെൽഫിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടയ്ക്കുമായിരുന്നു. ചെറുതായിട്ട് ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ ചേച്ചിയോട് കേട്ടോ, അതായത് എൻ്റെ നാത്തൂൻ ചേച്ചിയോട്. കാരണം ഞാൻ ഹോം ടൂറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കില്ലയെന്ന് പറഞ്ഞു അതെല്ലാം ചേച്ചി നോട്ട് ചെയ്തിട്ട് ചേട്ടനെ കൊണ്ട് അത് മേടിപ്പിച്ചു. കാരണം അവനെല്ലാം പിന്നെ വാങ്ങാം എന്നുള്ളൊരു മൈൻഡുള്ളവനാണ്. ഒന്നും അങ്ങനെ കറക്റ്റ് സമയത്ത് മേടിക്കുമോ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷെ അതെല്ലാം ചേച്ചി അവനെ കൊണ്ട് പറഞ്ഞ് അത് സെറ്റാക്കിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.